നമസ്കാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളുടെയും അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളുടെയും കടന്നുവരവ് പരമ്പരാഗത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഇതിൻ്റെ ആഘാതം വ്യക്തമായി ദൃശ്യവുമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ അഭിമാന സ്തംഭവും അറബ് ലോകത്തെ ഏക ആണവോർജ പദ്ധതിയുമായ ബറാക്ക ആണവ നിലയത്തിന് നേരെയുണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്നതുമായ പാശ്ചാത്യ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുള്ള UAEക്ക് താരതമ്യേന ചിലവ് കുറഞ്ഞ ഇറാനിയൻ ഡ്രോണുകളെ തടയുന്നതിൽ സംഭവിച്ച പാകപ്പിഴകൾ ആധുനിക പ്രതിരോധ ശാസ്ത്രത്തിലെ വലിയൊരു വിടവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പശ്ചാത്തലത്തിൽ UAEയുടെ നിലവിലെ പ്രതിരോധ പരിമിതികളെയും ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെയും ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യക്ക് എങ്ങനെ UAE സഹായിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി തങ്ങളുടെ തന്ത്രപ്രധാനമായ മേഖലകളെ സംരക്ഷിക്കുന്നതിനായി UAE പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് PSC-3, താഡ്, നാംസാംസ് തുടങ്ങിയ ലോകോത്തര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ UAEയുടെ വ്യോമാതിർത്തിക്ക് കാവലായിട്ട് ഇതിനോടകമുണ്ട്. എന്നാൽ ബറാക്ക ആണവ നിലയത്തിന് നേർക്കുണ്ടായ ആക്രമണം ഈ സംവിധാനങ്ങളുടെ ഒരു പ്രധാന പോരായ്മ പുറത്തു കൊണ്ടുവന്നു. ഈ അത്യാധുനിക ഇന്റർസെപ്റ്ററുകൾ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന വേഗതയുള്ള, ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും ലക്ഷ്യമിട്ടിട്ടാണ്. എന്നാൽ ഇറാൻ പ്രയോഗിച്ച ഡ്രോണുകൾ വളരെ താഴ്ന്ന ഉയരത്തിലൂടെ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ റഡാർ സിഗ്നേച്ചർ അഥവാ റഡാറുകളിൽ പ്രതിഫലിക്കുന്ന തീവ്രത വളരെ കുറവാണ്. ഭൂപ്രകൃതിയുടെ ചരിവുകൾക്ക് അനുസൃതമായി മരങ്ങൾക്കും കുന്നുകൾക്കും മുകളിലൂടെ തൊട്ടിയുരുമി പറക്കുന്ന നാപ്പ് ഓഫ് ദി എർത്ത് എന്ന തന്ത്രമാണ് ഈ ഡ്രോണുകൾ സ്വീകരിക്കുന്നത്. ഇത് UAEയുടെ റഡാറുകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ ഈ ഡ്രോണുകളെ സഹായിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ്. ഒരു കൂട്ടം ഡ്രോണുകളെ ഒന്നിച്ചയക്കുന്ന സ്വാം ടാറ്റിക്സ് ആണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഏതാനും $1000 മാത്രം വില വരുന്ന ഒരു ഇറാനിയൻ ഡ്രോണിനെ തകർക്കാൻ UAEക്ക് പ്രയോഗിക്കേണ്ടി വരുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പാട്രിയറ്റ് അല്ലെങ്കിൽ താഡ് മിസൈലുകളെയാണ്. ഇത് പ്രതിരോധ വ്യൂഹത്തെ പെട്ടെന്ന് നിഷ്പ്രഭമാക്കുവാൻ ശത്രുവിനെ സഹായിക്കും. ഒരു വിനാശകരമായ യുദ്ധ സാഹചര്യത്തിൽ സാമ്പത്തികമായും പ്രായോഗികമായും ഇത്തരം പ്രതിരോധ തന്ത്രങ്ങൾ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ UAEക്ക് സാധ്യമല്ല. വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടും താഴ്ന്ന ആകാശത്തുണ്ടാകുന്ന ഇത്തരം സുരക്ഷാ ഭീഷണികൾക്ക് മുന്നിൽ UAEയുടെ ആകാശ കണ്ണുകൾ പതറുന്നു എന്നത് ആശങ്കാജനകമാണ്. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ കൈവരിച്ചിരിക്കുന്ന പുരോഗതി വളരെ വലുതാണ്. അത്യാധുനിക സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനങ്ങൾ, പരസ്പരം ആശയവിനിമയം നടത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന സ്വാം കോർഡിനേഷൻ ശേഷി, റഡാറുകളെ വെട്ടിക്കുന്ന ടെറൈൻ മാസ്കിംഗ് ശേഷി എന്നിവ ഇറാൻ്റെ ആധുനിക UAVകൾക്ക് ഉണ്ട്. ഇവ ഉപയോഗിച്ച് അതീവ കൃത്യതയോടെ ശത്രുവിൻ്റെ പ്രതിരോധ കോട്ടകൾ തകർക്കുവാൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കുന്നു. ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ആക്രമണം കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് UAEയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും മേലുള്ള കനത്ത പ്രഹരമാണ്. മുമ്പ് സൗദി അറേബ്യയുടെ വിഖ്യാതമായ അരാംകോ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും UAEയിലെ വൈദ്യുത വിതരണ ശൃംഖലകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുമുണ്ട്. ആണവ നിലയങ്ങൾ പോലെയുള്ള അതീവ സുരക്ഷിത മേഖലകളിൽ ചെറിയൊരു ഡ്രോൺ വീണാൽ പോലും ഉണ്ടാകുന്ന റേഡിയേഷൻ ഭീഷണിയും ഭീതിയും വളരെ വലുതാണ്. തങ്ങളുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുവാൻ ഇറാന് സാധിക്കുമെന്നത് മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിയെഴുതാൻ ഇറാന് കരുത്ത് നൽകുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ വൻകിട മിസൈലുകൾ പരാജയപ്പെടുത്തുന്ന സ്ഥലത്താണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തതും യുദ്ധമുഖങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതുമായ കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യ പ്രസക്തമാകുന്നത്. ഇന്ത്യ UAEയുടെ വളരെ അടുത്ത ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ്. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായി ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന പരീക്ഷിത സംവിധാനങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ. ശത്രു ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളയുവാൻ ഇവയ്ക്ക് സാധിക്കും. ഇതിന് മിസൈലുകൾ പോലെ ഭാരിച്ച ചെലവുകളില്ലാത്തതിനാൽ സാമ്പത്തികമായി ഇത് ഏറെ ലാഭകരമാണ്. റേഡിയോ ഫ്രീക്വൻസി ജാമറുകളും സ്പൂഫറുകളുമാണ് ഇന്ത്യയുടെ പക്കലുള്ള മറ്റൊരു പ്രധാന ആയുധം. ഡ്രോണുകളുടെ GPS സാറ്റലൈറ്റ് ലിങ്കുകളെ തകർത്ത് അവയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടാനോ ഇന്ത്യൻ നിർമ്മിത ജാമിംഗ് സംവിധാനങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇതോടൊപ്പം തന്നെ
പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ അഥവാ വാഹനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതുമായ കൗണ്ടർ ഡ്രോൺ ഗണ്ണുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ദൂരത്തിലുള്ള ഡ്രോണുകളെ വെടിവെച്ചിടാനും സാധിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ അതിർത്തികളിൽ ഡ്രോൺ ഭീഷണികളെ വിജയകരമായി നേരിടുന്നവയാണ്. ഇത്തരം മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ബറാക്ക ആണവ നിലയം പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളുടെ ചുറ്റുമതിലുകളിൽ വിന്യസിച്ചാൽ UAEക്ക് കുറഞ്ഞ ചെലവിൽ ശക്തമായ സുരക്ഷാ വലയം തീർക്കാൻ നിഷ്പ്രയാസം സാധിക്കും. UAEയുടെ വ്യോമപ്രതിരോധത്തിലെ ഈ വിടവ് നികത്തുവാൻ ഇന്ത്യയുമായുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിലൂടെ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയുടെ കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തി ഒരു മൾട്ടി ലെയേർഡ് പ്രതിരോധ ശൃംഖല UAEക്ക് കെട്ടിപ്പടുക്കാം. ഉയർന്ന തലത്തിലുള്ള ഭീഷണികൾക്ക് പാട്രിയറ്റും താഡും ഉപയോഗിക്കുമ്പോൾ താഴ്ന്നു പറക്കുന്ന ചെറുകിട ഡ്രോണുകളെ നേരിടാൻ ഇന്ത്യൻ സംവിധാനങ്ങളെ ചുമതലപ്പെടുത്താം. ഇത് UAEയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം കൂടിയായിരിക്കും നൽകുക. ഇത്തരം ഒരു സഹകരണം കേവലം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങൾക്കും തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വഴി തുറക്കും. പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധ സാഹചര്യം ഉണ്ടാകാതെ സമാധാനപരമായ ചർച്ചകളിലൂടെയും ശക്തമായ പ്രതിരോധ നടപടികളിലൂടെയും തന്ത്രപ്രധാനമായ ആസ്തികളെ സംരക്ഷിക്കുവാൻ ഈ സഖ്യത്തിന് സാധിക്കും. ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളെ യുദ്ധത്തിലേക്ക് വഴിമാറാതെ തടഞ്ഞു നിർത്താൻ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ബറാക്ക ആണവ നിലയത്തിന് നേർക്കുണ്ടായ ആക്രമണം ആധുനിക യുദ്ധമുറകളിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നറിയിപ്പാണ്. വൻകിട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഡ്രോൺ യുഗത്തിലെ സുരക്ഷ പൂർണ്ണമാകില്ലെന്ന് UAE ഇന്ന് തിരിച്ചറിയുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പ്രായോഗികവും ചിലവ് കുറഞ്ഞതുമായ ആൻറ്റി ഡ്രോൺ സാങ്കേതിക വിദ്യകൾ UAEക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇന്ത്യ UAE പ്രതിരോധ കൂട്ടായ്മ ശക്തിപ്പെടുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ ആസ്തികളെ സംരക്ഷിക്കുവാനും അതുവഴി മേഖലയിലെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും നിലനിർത്തുവാനും സാധിക്കുമെന്നതിൽ തർക്കമില്ല. ആധുനിക ഭീഷണികളെ നേരിടാൻ പരമ്പരാഗത ചിന്തകൾക്കപ്പുറം പുതിയ പങ്കാളിത്തങ്ങൾ അനിവാര്യമാണെന്ന് ഈ സംഭവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാവുന്ന സാഹചര്യത്തിൽ UAE ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് ആഗോള പ്രതിരോധ നിരീക്ഷകർ ദീർഘകാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഫിലിപ്പൈൻസിന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ മാറിവരുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. UAEയുടെ തന്ത്രപ്രധാനമായ ആസ്തികൾ, പ്രത്യേകിച്ച് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ബറാക്ക ആണവ നിലയം, അബുദാബിയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ട് കടലിൽ നിന്നോ വായുവിൽ നിന്നോ ഉണ്ടാകുന്ന ഭീഷണികളെ പ്രതിരോധിക്കുവാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിക്കും. ഇതിൻ്റെ വലിപ്പമേറിയ ആൻറ്റിഷിപ്പ് പതിപ്പുകൾ UAEയുടെ നാവികസേനയ്ക്ക് സമുദ്ര അതിർത്തികളിൽ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ സഹായിക്കും. വേഗതയേറിയ ക്രൂയിസ് മിസൈലുകൾ പക്കലുണ്ടാകുന്നത് ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു താക്കീതായി വർത്തിക്കും. മുൻപ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി അമേരിക്കയെയും ഫ്രാൻസിനെയും പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന UAE ഇപ്പോൾ തങ്ങളുടെ പ്രതിരോധ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക പലപ്പോഴും അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതിൽ കടുത്ത നിബന്ധനകൾ വയ്ക്കാറുണ്ട്. എന്നാൽ ഇന്ത്യ വിശ്വസനീയമായ ഒരു പങ്കാളി ആയതിനാലും ബ്രഹ്മോസ് മിസൈലുകളുടെ കാര്യക്ഷമത ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതിനാലും UAE ഈ ഇന്ത്യ റഷ്യൻ സംയുക്ത സംരംഭത്തിൽ താല്പര്യം കാണിക്കാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തൊട്ടു മുൻപ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇറാനിയൻ ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്നതും സാവധാനം സഞ്ചരിക്കുന്നതുമായ ഭീഷണികളാണ്. ഇവയെ തകർക്കുവാൻ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കാറില്ല. ബ്രഹ്മോസ് ഒരു ആക്രമണ ആയുധമാണ്, പ്രതിരോധ ആയുധമല്ല. അതായത് UAEക്ക് നേരെ ആക്രമണം നടത്തുന്ന ശത്രുവിൻ്റെ കപ്പലുകളെയോ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയോ ബങ്കറുകളെയോ അതീവ കൃത്യതയോടെയും ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിലും ചെന്ന് തകർക്കാനാണ് ബ്രഹ്മോസ് ഉപയോഗിക്കുന്നത്. ശത്രുവിന് പെട്ടെന്ന് തിരിച്ചടിക്കാൻ കഴിയുമെന്ന ഭയം ജനിപ്പിച്ച് അവർ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമാകും ബ്രഹ്മോസ് UAE ആദ്യഘട്ടത്തിൽ സഹായിക്കുക. ബ്രഹ്മോസ് വാങ്ങുന്നതിൽ UAEക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ മിസൈൽ സാങ്കേതിക വിദ്യയിലെ റഷ്യൻ പങ്കാളിത്തമാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് നിർമ്മിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രതിരോധ മേഖലയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യത ഉണ്ട്. അമേരിക്കയുമായി വലിയ തോതിൽ സാമ്പത്തിക സൈനിക ബന്ധമുള്ള UAEക്ക് ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടി മറികടക്കണം. തങ്ങളുടെ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുവാനും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സൈനിക ശക്തിയായി നിലകൊള്ളുവാനും UAEക്ക് ബ്രഹ്മോസ് മിസൈലുകൾ അത്യന്തം അനുയോജ്യമാണ്. ഇന്ത്യയുമായുള്ള ചർച്ചകൾ അനുകൂലമാവുകയും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ UAE വിജയകരമായി മറികടക്കുകയും ചെയ്താൽ ഭാവിയിൽ UAE ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.